ഇത് ഉമ്മർ പണ്ട് ശാരദയുടെ അടുക്കൽ അടിച്ച ഡയലോഗ് പോലെ ഇരിക്കും. ഞാനൊരു വികാര ജീവിയാണ്. ഇങ്ങനെയാണ് പലരും വീട് മേടിക്കാനോ അല്ലെങ്കിൽ വീട് വെക്കാനോ ഒക്കെ തിരിയുന്നത്. വികാര ജീവികളായിട്ട് വീട് വെക്കാൻ പോകുമ്പോൾ നിങ്ങൾ വിവേകത്തിന് എന്ത് വില കൊടുക്കുന്നു എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് മറ്റൊരു ഭാഷ പറഞ്ഞാൽ, ഇഫ് യു ആർ റണ്ണിങ് ബിഹൈൻഡ് യുവർ ഗട്ട് ഫീലിങ്സ്, നിങ്ങളുടെ പെട്ടെന്നുള്ള ഒരു ഇൻറ്റ്യൂഷനോ തോന്നലിനോ ഒക്കെ നിങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റിനോ നിങ്ങളുടെ ഒരു നീഡിനോ ലൈക്ക് പ്രാക്ടിക്കലി വാട്ട് ഈസ് പോസിബിൾ എന്നുള്ള ഒരു ക്വസ്റ്റിനോ ആർ യു ആൻസറിങ് ഇറ്റ്? ഒരിക്കലും ഇല്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു ഇമോഷണൽ കമ്മിറ്റ്മെന്റിന്റെ പുറത്ത്, ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റിന്റെ പുറത്ത് യു ജസ്റ്റ് ഗോ ആൻഡ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ്, അല്ലെങ്കിൽ നിങ്ങളൊരു വീട് കടന്ന ഇത് കൊള്ളാം. അപ്പൊ ഇതിന്റെ ഒരു രസകരമായ പാട്ട് പറഞ്ഞു കഴിഞ്ഞാല്, ചില ഫാമിലീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാവരെയും ഞാൻ ഇതുപോലെ പറയത്തില്ല, അപ്പം ഒരു 90% എബവും ഞാൻ പറയും ഡെഫിനറ്റ്ലി ബോത്ത് ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷുഡ് കം ആൻഡ് ഡിസൈഡ് ദ ഹോം, ബിക്കോസ് ഡെഫിനറ്റ്ലി ദ സ്പൗസ് ഹാസ് ഗോട്ട് മെനി തിങ്സ്. കാരണം നിങ്ങളുടെ വാമഭാവത്തിൽ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് രണ്ടുപേർക്കും ഒരുപോലെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു വീട് മേടിക്കുമ്പോഴോ വെക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളൊരു റെസിഡൻസ് ചൂസ് ചെയ്യുമ്പോഴോ പറയാൻ കാണും. പക്ഷെ ചില ഫാമിലീസ് വന്നു കഴിയുമ്പോൾ, അച്ചായ നമുക്ക് ഇത് മതി, ഇതാണ് അച്ചായ ഞാൻ സ്വപ്നം കണ്ട വീട്, അയ്യോ ബാൽക്കണി കണ്ടോ, ഇതോ അവിടെ കണ്ടോ, അതുകൊണ്ട് ഇത് മതി. മോളെ, നീ എന്താ ഇതിനകത്ത് കണ്ടേക്കുന്നത്? നീ അത് മാത്രമേ കണ്ടുള്ളൂ, ബാൽക്കണി നിന്നുള്ള വ്യൂ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നുള്ള ചോദ്യത്തില് സത്യം പറഞ്ഞാല് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരെ ചെന്നു. സോ ഡിസൈഡ് ഇറ്റ് ഇൻ എ ഡിഫറെന്റ് വേ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അതാ. കാരണം ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റന്റേനിയസ് ഒരു ഇമോഷണൽ ഫീലിങ്സിന് ഒരിക്കലും, അല്ലെങ്കിൽ ഒരു ഗട്ട് ഫീലിങ്ങിന് നിങ്ങൾ, in my words, give it zero importance. You should actually think and decide your residence. അത് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് മാത്രമല്ല, think about the real purpose, because you are going to live there for 10, 15, 20 years. Might be yourself and your spouse or your wife is going to live there. The children are going to live with you for a certain period of time. Then they are going to go for the higher studies, so they are going to leave you. പിന്നെ അവരുടേതായിട്ടുള്ള പേഴ്സണൽ മാറ്റേഴ്സിലേക്ക് പോകും. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു പോകണം നിങ്ങളൊരു റെസിഡൻസ് ചൂസ് ചെയ്യുമ്പോൾ. ആൻഡ് ഹൗ ഫാർ യു ക്യാൻ ഇൻവെസ്റ്റ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇതൊന്നും ഡിസൈഡ് ചെയ്യാതെ ഇത് മതി, ഇതാണ് ഞങ്ങൾ മനസ്സിൽ കണ്ടത്. അപ്പൊ ഇത് ഞാൻ പറയുന്നത് ഒരു അപ്പാർട്ട്മെന്റോ വില്ലയോ ചൂസ് ചെയ്യുന്നതിൽ മാത്രമല്ല, നിങ്ങൾ വീട് വെക്കുമ്പോൾ ഈ പരിപാടി കൂടുതൽ കാണാൻ പറ്റും. കാരണം അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ അമ്മാന്റെ വീട്ടിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. ആ പൂജാമുറിയുടെ വലിപ്പം ഡെഫിനറ്റ്ലി എന്താ, അവിടെ നിന്ന് കഴിഞ്ഞാൽ ദേവി ഇറങ്ങി വന്നതായിട്ട് തോന്നും. ഒന്നും ഒരിക്കലും ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട്, ബിക്കോസ് നിങ്ങൾ ആ ഒരു എന്താ പറയണ്ട എക്സ്ട്രാ അറ്റാച്ച്മെന്റ്, ഒരു സ്ട്രക്ചറൽ ഡിസൈൻ അല്ലെങ്കിൽ അറ്റാച്ച്മെന്റോടെ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസ്, വെദർ ഇറ്റ്സ് ഗോയിങ് ടു വർക്ക് ഔട്ട് ദെയർ ഓർ വാട്ട്, ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ ആൻഡ് പോസിബിളി ഇറ്റ്സ് നോട്ട്. അപ്പൊ ഇത് ഞാൻ എത്രയോ വീടുകളിൽ കണ്ടിട്ടുണ്ട്. കാരണം വലിയ എന്താ പൂണ്ടും അതിന്റെ വേണ്ടയ്ക്ക് പല സ്ട്രക്ചറൽ ഡിസൈൻസും ഒക്കെ വെച്ചിട്ട് ഇവര് നാട്ടിൽ ഇത് പണിഞ്ഞിട്ടിട്ട് വിദേശത്തൊക്കെ പോയി കിടക്കും. ഇതൊക്കെ അടിപിടിച്ച് കിടക്കുന്നുണ്ടോ ഇവിടെ, മറ്റുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അബ്യൂസേഴ്സ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോ, ഇതൊന്നും ദേ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ടു സീ ഓൾ ദിസ്. അപ്പം പ്രാക്ടിക്കലി ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു യുവർ പർപ്പസ് ദാൻ ഗോയിങ് ബിഹൈൻഡ് എ ഗട്ട് ഫീലിംഗ്.